സർ നമസ്കാരം. നമസ്കാരം സർ, തമിഴ്നാട്ടിൽ നമ്മൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടുത്ത കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം തമിഴ്നാട്. ഈ തമിഴ്നാട്ടിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഏക സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനമാണ്. വേറെ സംസ്ഥാനങ്ങളൊന്നും അങ്ങനെ ഉറ്റുനോക്കുന്നില്ല. ഇന്ത്യ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളും ഈ തമിഴ്നാട് സംസ്ഥാനത്തിനെ വളരെയധികം ഉറ്റുനോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് MGR ഇരുന്ന സമയത്ത് 1977 മുതൽ 1987 വരെയാണ് MGR ഭരിച്ചത്. ആ സമയം മുഴുവൻ, അതായത് 10 ആണ്ട് MGRയുടെ കയ്യിലായിരുന്നു. ആ സമയത്ത് ഒരാൾക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഈവൻ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ ഇന്ദിരാഗാന്ധി വരെ അവരെ തോൽപ്പിക്കാനും അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത ഒരു സ്വപ്നമായിരുന്നു അന്ന് നടന്നത്. അതും ഒരു മാജിക്കായിട്ടായിരുന്നു തമിഴ്നാട് പോയത്, ഒരു സിനിമ സ്റ്റൈൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2026 വിജയ് ദളപതി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ തമിഴ്നാട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ഒരു മാജിക്കാണ്. ഒരു സിനിമ കാണുന്ന ഒരു മാജിക് സ്റ്റൈലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നോക്കുകയാണെങ്കിൽ ഖജനാവിൽ ഫണ്ട് കൂടുന്നു. അഴിമതിയില്ലാതെ തമിഴ്നാടിനെ കൊണ്ടുപോകാനുള്ള ലക്ഷ്യബോധത്തോടു കൂടി വിജയ് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സംവിധാനങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലുള്ള പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ പോലും വിജയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ കേരളത്തിൻ്റെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും തമിഴ്നാട്, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ തമിഴ്നാട്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരളത്തിന് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല. എന്താണ് സാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നടക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് സന്ദർശിച്ച സമയത്ത് തമിഴ്നാട്ടിൽ വിജയിനെക്കുറിച്ച് എങ്ങനെ ഇരിക്കുന്നു വിജയുടെ ആച്ചി എന്നാണ് ഞാൻ ചോദിച്ചത്. ആച്ചി എന്ന് മീൻസ് ഭരണം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ച സമയത്ത് അവിടെ തമിഴ്നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ ഇങ്ങനൊരു ഭരണമുണ്ടോ, ഇങ്ങനെയൊരു സർക്കാരുണ്ടോ എന്ന് പോലും അറിയില്ല. അവിടുത്തെ ഒരു പ്രമുഖ വ്യക്തികളാണ്, കുറച്ച് ആൾക്കാരുണ്ട്, 1-2 പേരോടല്ല ഞാൻ ചോദിച്ചത്, ഒരു സർവേ പോലും അല്ല. ഞാൻ വേറൊരു കാര്യമായി ഒരു മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ചർച്ച നടന്നത്. അപ്പോൾ അവർ ചോദിച്ചത് ഇങ്ങനൊരു ഭരണം നടക്കുന്നുണ്ടോ, ഇങ്ങനൊരു ഭരണമുണ്ടോ എന്നുപോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇവിടെ ആരാണ് MLA, ആരാണ് മന്ത്രി എന്നുപോലും അറിയുന്നില്ല. കാരണം അവിടെ ഒരു സാധാരണപ്പെട്ട വ്യക്തികളാണ് അവിടുത്തെ MLAയും, സാധാരണപ്പെട്ട വ്യക്തികളാണ് അവിടുത്തെ മന്ത്രിമാരും. അതായത് ഒരു കേബിൾ ഓപ്പറേറ്ററാണ് അവിടുത്തെ മന്ത്രി, ഒരു തൊഴിലുറപ്പ് മന്ത്രി എന്ന് പറയുന്നത് അവിടുത്തെ കേബിൾ ഓപ്പറേറ്ററാണ്, അവിടുത്തെ MLA എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു MLA വന്നാൽ അവിടെ തിരിച്ചറിയുന്നില്ല, ആൾക്കൂട്ടത്തിനിടയിൽ ഒരു മന്ത്രി വന്നാൽ തിരിച്ചറിയുന്നില്ല. ആ രീതിയിലാണ് ജനങ്ങൾ ആരാണ് മന്ത്രി. ഇപ്പോൾ ഒരു കാലത്ത്, അതായത് DMK ഭരിക്കുന്ന സമയത്ത്, ഇപ്പോൾ കേരളത്തിൽ സാറോട് ആരൊക്കെയാണ് മന്ത്രിമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് വ്യക്തമായിട്ട് ഇത്ര മന്ത്രിമാരുടെ പേരെടുത്ത് പറയും. പക്ഷേ തമിഴ്നാട്ടിൽ ആരൊക്കെയാണ് മന്ത്രിമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെടുത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് അവിടുത്തെ ചെറുപ്പക്കാരാണെങ്കിലും മറ്റുള്ളവരുള്ളത്. അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് വിജയ് എന്ന് പറഞ്ഞ ഒരാളിന് മാത്രമാണ്. വിജയ് അവിടെ ഒരുപാട് മാജിക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കും തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സാറിനൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തമിഴ്നാട് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കാണ് കാണിച്ചത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഇത്തരം മാജിക്കുകൾ അപൂർവമാണ്. 234 സീറ്റിൽ ഉള്ള നിയമസഭയിലേക്ക് ഏതാണ്ട് 1.5 വർഷത്തെ ഒരു എഫേർട്ട് കൊണ്ട് ഒരാൾ, അതിന് മുമ്പ് കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും റിയൽ എഫേർട്ട് എന്ന് പറയുന്നത് 1.5-2 വർഷത്തിന് താഴെയാണ്. ആ എഫേർട്ട് കൊണ്ട് അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറുന്നു എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. അത് ഒരു ചെറിയ സംസ്ഥാനത്ത് പോലും അസാധ്യമായൊരു കാര്യമാണ്. കെജ്രിവാൾ ഒരിക്കൽ ഡൽഹി ഇങ്ങനെ പിടിച്ചതൊഴിച്ചാൽ പിന്നെ എല്ലാം അത്യധ്വാനം ചെയ്താണ് അദ്ദേഹം പോലും പഞ്ചാബൊക്കെ പിടിച്ചത്. ഹരിയാനയിൽ അദ്ദേഹം ഉദ്ദേശിച്ച് നടന്നില്ല, ഹിമാചലിൽ പിടിക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല, ഗോവയിൽ പിടിക്കുമെന്ന് പറഞ്ഞ് നടന്നില്ല, ഗുജറാത്തിൽ പോയി ദയനീയ പരാജയമായി. കേരളം ഓടിക്കാൻ പറഞ്ഞു, കേരളത്തിലെ ഒരു പഞ്ചായത്ത് തന്നെ പിടിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കോംപ്ലക്സാണ്, ചേർന്നതാണ്. അതായത് രാഷ്ട്രീയമുണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, ഭാഷയുണ്ട്, ആചാരമുണ്ട്, ദ്രാവിഡ ആര്യ സംസ്കാരങ്ങളുടെ സമ്മിശ്രമായ പലതുണ്ട്. പിന്നെ സിഖുകാർക്ക് സിഖുകാരൻ്റെ ആവശ്യം, ബംഗാളിക്ക് ബംഗാളിയുടെ ആവശ്യം, പഞ്ചാബിക്ക് പഞ്ചാബിയുടെ ആവശ്യം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൈവിധ്യമായ ഇന്ത്യയിൽ ഒരു നേതാവിന് പെട്ടെന്ന് കയറി അങ്ങനെ വളരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വിജയ് അത് സാധിച്ചെടുത്തു. വിജയ് സാധിച്ചെടുത്തത് ഒരു പക്ഷേ MGRൻ്റെയും ജയലളിതയുടെയും ഒക്കെ പാത പിന്തുടർന്ന് തന്നെ ആയിരിക്കാം. പക്ഷേ അവിടെ വലിയ വ്യത്യാസമുണ്ട്. MGR എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ DMKയുടെ വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹം അതിൻ്റെ ട്രഷറായിരുന്നു. DMK മന്ത്രിയായിട്ടുണ്ടോ? DMKയുടെ മന്ത്രിയായിട്ടില്ല അദ്ദേഹം. പക്ഷേ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അതെ MLA ആയിട്ടും പിന്നെ MP ആയിട്ടുമൊക്കെ അദ്ദേഹം MLA ആയിട്ടൊക്കെ അദ്ദേഹത്തിന് ഇരിക്കാൻ, MP ആയിട്ടില്ല, MLA ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും ഈ ഭരണത്തിൻ്റേതായ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വന്നത് അദ്ദേഹം സ്വന്തമായി മത്സരിച്ച് ജയിച്ചപ്പോൾ മാത്രമാണ്.
അത് നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിക്കൊണ്ടായിരുന്നു. അന്നും വിജയ് നേടിയതുപോലെ 33% വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വിജയ്ക്ക് അതിലും താഴെയാണ് കിട്ടിയത്. 33% വോട്ട് കൊണ്ട് അദ്ദേഹം തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷം നേടി. അങ്ങനെ MGR വന്നു. പക്ഷേ MGRനെ സംബന്ധിച്ചിടത്തോളം DMK എന്ന പാർട്ടിയെ പിളർന്നുകൊണ്ടാണ് അദ്ദേഹം വന്നത്. DMKയിലെ മിക്ക ജില്ലാ ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം വന്നു. തമിഴ്നാട് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളാണെങ്കിൽ ഇവിടെ 234 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം ആളെ കണ്ടിരുന്നു എന്നുള്ളതാണ്. എല്ലാ ജില്ലകളും അദ്ദേഹത്തിൻ്റെ കയ്യിലായി. അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് പറ്റിയ ആളെ നിയോഗിച്ചു. അദ്ദേഹത്തിന് ഭരിക്കാൻ നല്ല പോലെ അറിയാമായിരുന്നു. കാരണം അദ്ദേഹം ജനങ്ങളോട് ഒപ്പം എന്നും ഇടപഴകി ജീവിച്ച ആളാണ്. MGR. ജയലളിതയ്ക്കും ആദ്യമൊക്കെ ചില പിഴവുകൾ പറ്റി. തൻ്റെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാത്ത ഒരു പ്രതിസന്ധിയൊക്കെ വന്നെങ്കിലും 2-3 അനുഭവങ്ങൾ കൊണ്ട് അവർ പഠിച്ചു. ഒരിക്കൽ അഗ്രഹാരം ജയിലിൽ വരെ എത്തുന്ന വിധത്തിലേക്ക് വരെ എത്തി. അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു. വാജ്പേയിയെ തള്ളിയിട്ടിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം, അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയെങ്കിലും ആകണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ എല്ലാ ശ്രമങ്ങളൊക്കെ നടത്തി. അവർ വാജ്പേയിയുടെ മന്ത്രിസഭയെ തള്ളിയിട്ടു. 13 മാസമുള്ള മന്ത്രിസഭയെ തള്ളിയിട്ടു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ആളാണ്. അതിനൊക്കെ തിരിച്ചടികൾ അവർക്ക് ഭയങ്കരമായിട്ട് വരികയും ചെയ്തു. അഴിമതി വലിയ തോതിൽ നടത്തി. അതിൻ്റെയൊക്കെ തിരിച്ചടികളും കിട്ടി. ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവർ പഠിച്ചു എന്താണ് ഭരണയന്ത്രം എങ്ങനെ ചലിപ്പിക്കണം. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഒരു മന്ത്രിസഭ ഇല്ലെങ്കിലും ഇവിടെ ഒരു ഗവർണർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ 1-2 അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് ഭരിക്കാനുള്ള സംവിധാനമുണ്ട്. ചീഫ് സെക്രട്ടറിയും DGPയും ഗവർണർ നേരിട്ടെടുത്തുകൊണ്ട് അവരോട് പറയും, നിങ്ങൾ ഭരിച്ചോളാൻ പറയും. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആളില്ലെങ്കിലും ഭരിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അതിന് വിട്ടുകൊടുക്കണം. എനിക്കെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ജയലളിത 2ാമത്തെ ഭാഗത്തിൽ അതാണ് ചെയ്തത്. ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഓരോരുത്തരുടെ നിന്നും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് തോന്നുന്ന ചില ആഗ്രഹങ്ങളും പറഞ്ഞു എനിക്കിത് വേണം. ഞാൻ മുമ്പ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം, സ്റ്റാളുകൾ എല്ലാവർക്കും ഉച്ചഭക്ഷണം വയറ് കാഞ്ഞിരിക്കാൻ പാടില്ല. 5 രൂപ കൊടുത്താൽ ഒരു 3 ഇഡ്ഡലിയും ഇഷ്ടം പോലെ സാമ്പാറും വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാൻ പറ്റും. അതിനുള്ള സംവിധാനം ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പാടാണ്, ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? ഖജനാവ് കാലിയാവും. അതൊന്നൊരു കാര്യമില്ല. ഖജനാവ് കാലിയാവുമെങ്കിൽ അതിന് വേറെ മാർഗം കണ്ടെത്തിക്കൊള്ളണം. ഞാൻ അതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് തരാം. അങ്ങനെയാണ് ഈ മുക്കിന് മദ്യശാലകളുമൊക്കെ വരാൻ കാര്യം. അപ്പോൾ ആരൊക്കെ ജലലളിതയെടുത്ത് പറഞ്ഞ് ഇങ്ങനെ മദ്യശാലകൾ കൊണ്ടുവന്നിട്ട് ആളെ വെള്ളം കള്ള് കുടിപ്പിച്ചിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ ജലലളിത പറഞ്ഞു, കള്ള് കുടിക്കുന്നത് എന്തായാലും കള്ള് കുടിക്കും. അത് ഞാൻ മദ്യശാല തുടങ്ങിയില്ലെങ്കിൽ കള്ളവാറ്റ് ചെയ്ത് കുടിക്കും. അതുകൊണ്ട് മദ്യശാലകൾ നമ്മൾ തുറക്കും. അത് നിന്ന് കിട്ടുന്ന പണം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക്, ഒരു നേരം അന്നത്തിന് വകയില്ലാത്തവന് അന്നം കിട്ടാനായിട്ട് ഞാനത് മുടക്കുമെന്ന് പറഞ്ഞ് ആ പദ്ധതി അവർ ഭംഗിയായിട്ട് നടപ്പിലാക്കി. ഇതുപോലെ റോഡായാലും റെയിലായാലും പിന്നെ തുറമുഖമായാലും എന്തിന് മുല്ലപ്പെരിയാറിലെ വെള്ളം പോലും ജയലളിത അവരെന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിൽ കേന്ദ്രത്തിനെയും പിന്നെ തമിഴ്നാടിനെയും സുപ്രീം കോടതിയെയും ഒക്കെ അവർ കൈക്കലാക്കിക്കൊണ്ട് ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ തമിഴ്നാടിന് അനുകൂലമാക്കി മാറ്റി. എന്തുകൊണ്ടാണത്? കുറച്ച് നാൾ ഭരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കെൽപ്പ് കിട്ടും. എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഭരണത്തിൽ. 5 വർഷം ഭരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇറങ്ങുമ്പോഴായിരിക്കും ചിലർക്ക് തോന്നുന്നത്, അയ്യോ എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോഴേക്കും വൈകിപ്പോവും. ഇപ്പോൾ പിണറായിക്ക് തോന്നുന്ന പോലെ. അതെ, തെറ്റുകൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരുന്നാൽ വരാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഈ വിധത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വിജയ്ക്ക് ഇപ്പം നല്ല രീതിയിൽ ഭരണം നടത്താൻ ബുദ്ധിമുട്ട് വരുന്നത്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ജില്ലാ ഓഫീസുകളില്ല, ജില്ലാ പാർട്ടിയില്ല, മണ്ഡലങ്ങളിൽ പാർട്ടിയില്ല. പിന്നെ അദ്ദേഹം ചെയ്തത് ഈ കേബിൾ ഓപ്പറേറ്റർമാരെ പോലുള്ളവരെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും സാധാരണപ്പെട്ട ജനങ്ങളെ മാത്രമല്ല അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത് കേട്ടോ. കേബിൾ ഓപ്പറേറ്റർമാരെന്ന് പറഞ്ഞാൽ ആ കേബിൾ ഒരു 250 വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 250 വീട്ടിൽ അവൻ നിത്യവും ബന്ധപ്പെടുന്ന ആളാണ്. അതെ, കാശ് വാങ്ങിക്കാനെങ്കിലും പോവും, പിന്നെ എൻ്റെ കണക്ഷൻ നേരെ ആയില്ലെങ്കിൽ പോവും. എപ്പോഴും ജനങ്ങൾ വിളിക്കും, ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്ന TV വർക്ക് ചെയ്യുന്നില്ല. അപ്പം ജനകീയ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ജനകീയ ബന്ധം എന്തിനാണ്? നീ കൊണ്ട് സ്വിച്ച് വെച്ച് കൊടുക്കാനേ അവൻ അറിയുള്ളൂ.
ഇവിടെ വെള്ളം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് പാലമില്ല, ഓടയില്ല, വളം കിട്ടുന്നില്ല, കൃഷി നടക്കുന്നില്ല, വ്യവസായം നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ അഭിമുഖീകരിക്കുന്നു. പ്രശ്നങ്ങൾ കൊണ്ട് തമിഴ്നാട് വലയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് എല്ലാം ശരിയാക്കാനായിട്ട് ഒരു പാർട്ടിയില്ല, ഒരു നേതാവ്. ഞാൻ അങ്ങ് വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, അങ്ങ് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇപ്പം അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ വിജയ് ഇപ്പോൾ MLA മാരും മന്ത്രിമാരൊക്കെ ഉണ്ട്, അവരെല്ലാം സാധാരണപ്പെട്ട ജനങ്ങളിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ സാധാരണപ്പെട്ടവരാണ്, അതിൽ നിന്ന് കയറി വരണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഭരണം നല്ല രീതിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വെച്ചൂടെ? തീർച്ചയായിട്ടും വയ്ക്കാം. പക്ഷേ അതിന് ലൈസൻസ് കൊടുക്കണം. ആ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ഒരു കൺട്രോളും വേണം. വിജയ്യുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, വിജയ് പറഞ്ഞു DMK-യിൽ പല തട്ടുകളിൽ പല നേതാക്കളുണ്ടായിരുന്നു, തീരുമാനങ്ങൾ എടുക്കാറില്ല. ഞാൻ അങ്ങനെയല്ല, ഒറ്റയാളേ ഉള്ളൂ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഞാനാണ്. പിന്നെ ഞാൻ പറയുന്നത് അതുപോലെ നടപ്പിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യും കാലും കെട്ടിക്കഴിഞ്ഞു. അല്ലാതെ ഒരെണ്ണം ചെയ്താൽ വിജയ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വിജയുടെ ഭരണം ഒരു ഹിറ്റ്ലർ ഭരണമാണ്? ഹിറ്റ്ലർ ഭരണമല്ല. വിജയ്ക്ക് ഭരിക്കാനുള്ള പക്വതയായിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വിജയ്. തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞില്ലേ 234 മണ്ഡലങ്ങൾ, നമ്മളെ 140 ഉള്ളൂ. അവിടെ അതിൻ്റെ ഏതാണ്ട് ഇരട്ടിക്ക് അടുപ്പിച്ച് മണ്ഡലങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത്, ഇരട്ടിയില്ലെങ്കിലും ഏതാണ്ട് ഇരട്ടി തന്നെയാണ്, 3/4 ഭാഗത്തോളം 7 കോടി ജനങ്ങളുണ്ട്. അതെ, 7 കോടി ജനങ്ങളുണ്ട്. പിന്നെ മണ്ഡലങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഇരട്ടിയെന്ന് നമുക്ക് പറയാം. ആ വിധത്തിലുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം പ്രശ്നങ്ങൾ ഒരുപാടാണ്. പിന്നെ കാലാവസ്ഥ വളരെ ദുർഘടമാണ്. മഴ കിട്ടാത്തിടം, വെള്ളം കിട്ടാത്തിടമൊക്കെ ഒരുപാടുണ്ട്. ഇല്ല, മഴ കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ലോണം മഴ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ജലത്തിൻ്റെ ദൗർലഭ്യമൊക്കെ പലപ്പോഴും വലിയ തോതിൽ വരാറുണ്ട്. ഇപ്പോഴും അതുണ്ട്. പിന്നെ ഇപ്പോൾ DMK-യുടെ ഒരു ഗുണമോ ദോഷമോ എന്ന് പറഞ്ഞാൽ, DMK ഖജനാവ് നോക്കാതെ എന്തും വാരിക്കോരി കൊടുക്കുമായിരുന്നു. അങ്ങനെ കേരളത്തിലെ പോലെ നശിച്ചൊരു ഖജനാവാണ് അവിടെ ഉള്ളതെന്ന് വിജയ് പറയുന്നത് സത്യമാണ്. ശരി, ഞാനൊരു കാര്യം കൂടി ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ നിൽക്കുമ്പോൾ വിജയ്ക്ക് വിജയിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഫോളോ ജയലളിത, ഫോളോ MGR, ഇവരെ രണ്ടുപേരെയും പിന്തുടർന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ വിജയ്ക്ക് എളുപ്പമാവും. ഓക്കെ സാറേ, ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല. അതായത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വാർത്താ പരിചരണം കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട് പോയപ്പോൾ അവിടെയുള്ളവർക്ക് അതിനെക്കുറിച്ച് ആർക്കൊന്നും അറിയില്ല. ഇവിടെ ഒന്നിനും സൈൻ ചെയ്തിട്ടില്ല, ഒന്നിനും ഒപ്പ് വെച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ജയിലിലുള്ളവർക്ക് ഭക്ഷണം കഞ്ഞിയും പയറും കൊടുത്തു, ആ ഭക്ഷണം എടുത്ത് കുട്ടികൾ കൊടുത്തു. ഏറ്റവും നല്ല കാര്യം, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള എഗ്മോർ ഹോസ്പിറ്റലിൽ വിസിറ്റ് നടത്തുന്നു, പെട്ടെന്നുള്ള വിസിറ്റ് നടത്തുന്നു, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ശുചിമുറികൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾ വഴിയാണ് തിരിച്ചറിയുന്നത്. തമിഴ്നാട് മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ വാർത്തകളൊന്നും വരുന്നില്ല. എന്തുകൊണ്ട് ഈ തമിഴ്നാട് മാധ്യമങ്ങൾ പുറമെ ഈ കേരളത്തിലുള്ള മാധ്യമങ്ങൾ വിജയ്ക്ക്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രചരണം കൊടുക്കാറില്ല. എനിക്ക് തോന്നുന്നു VD സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയി സന്ദർശിക്കുന്നതോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ വാർത്ത വരാറില്ല. പക്ഷേ വിജയ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിതീവ്രമായിട്ടുള്ള വാർത്തയായിട്ട് തന്നെ നമ്മുടെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്തായിരുന്നു? 2 കാരണങ്ങളാണ്. ഒന്ന്, തമിഴ്നാട്ടിലെ മീഡിയ കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള പലതിൻ്റെയും കൺട്രോൾ എന്ന് പറയുന്നത് DMK-യുടെ കയ്യിലും ADMK-യുടെ കയ്യിലുമാണ്. ശരി. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ BJP-ക്ക് പറ്റുന്ന ഒരു അർത്ഥം പോലെയാണ്. BJP എന്ത് ചെയ്താലും വാർത്തയാവില്ല. ശരി. BJP തലകുത്തി നിന്നാലും വാർത്തയല്ല. മനസ്സിലായില്ലേ? അതേസമയം BJP-യുടെ കഴുത്തൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വാർത്തയാവും, വലിയ വാർത്തയാവും. അല്ലാതെ ഒരു അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വാർത്തയാവില്ല. ഇതുപോലെ തമിഴ്നാട്ടിൽ DMK-ക്ക് ADMK-ക്ക് അപ്രമാദിത്വമുണ്ട്. അവരുടേതായ ചാനലുകളുണ്ട്. മീഡിയ ഏതാണ്ട് അവരുടെ കയ്യിലാണിപ്പോൾ. അതുകൊണ്ട് വിജയുടെ പല കാര്യങ്ങളും അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ശരിയായ രീതിയിലാണെങ്കിൽ വിജയൻ്റെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് വെച്ചിട്ട് പോകുന്നതിനല്ല. ഇപ്പം തന്നെ രാഷ്ട്രീയക്കാർ പിന്നെ സ്കൂളുകളിൽ കയറരുത്,
സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങളാണ്. വലിയ പക്ഷേ പദ്ധതികളാണ്. ഞാൻ ഒറ്റ കാര്യം അതുകൂടി ചോദിച്ചോളൂ, ഞാൻ ചോദിക്കേണ്ട നിർത്താമെന്ന് വിചാരിച്ചാണ്. ഈ രാഷ്ട്രീയം, കുട്ടികൾ രാഷ്ട്രീയം പഠിച്ച് വളരണമെന്നാണ് നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുള്ളതും അന്നൊക്കെ വന്നിട്ടുള്ളതും. കാരണം ഇനി വരാൻ പോകുന്ന തലമുറകളാണ്, അവരാണ് നാളത്തെ നേതാവ്. എനിക്ക് തോന്നുന്നു വിജയ് പോലും രാഷ്ട്രീയ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും സ്കൂൾ തലങ്ങളിലൊക്കെ രാഷ്ട്രീയം കയറി വന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ഇടപെടലും മറ്റുള്ളതും വരുമ്പോഴാണല്ലോ രാഷ്ട്രീയം കുട്ടികളിലേക്ക് കയറി വരുള്ളൂ. കോളേജ് തലങ്ങളിലാണെങ്കിൽ അത് വരുള്ളൂ. അപ്പോൾ അതൊരു തെറ്റായൊരു കാര്യമാണോ? രാഷ്ട്രീയം ഒരിക്കലും തെറ്റായ കാര്യമല്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാലയങ്ങളിൽ നടത്തുന്നത് സങ്കുചിത കക്ഷി രാഷ്ട്രീയമാണ്. അത് തെറ്റായ കാര്യമാണ്. ശരി, ഞാനിപ്പോൾ അതായത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. രാഷ്ട്രം എങ്ങനെ അഭിവൃദ്ധിപ്പെടണമെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. രാഷ്ട്രത്തിൻ്റെ പൊതുസ്വത്ത്, ബസ് കല്ലെറിയുക, ട്രെയിനിന് കുത്തിക്കയറുക, അല്ലെങ്കിൽ കത്തിക്കുക, അല്ലെങ്കിൽ ട്രെയിനിനെ പാളം തെറ്റിക്കാൻ നോക്കുക, ഇങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്താണ് നമ്മുടെ രാഷ്ട്രീയം പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സങ്കുചിത കക്ഷി രാഷ്ട്രീയമാണ്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല, അല്ലാത്തപ്പോൾ എല്ലാം ചെയ്യും. ഈ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയവും സങ്കുചിത കക്ഷി രാഷ്ട്രീയവും വർഗീയതയേക്കാൾ വലിയ ചേരിതിരിവാണ് പാർട്ടികൾ തമ്മിൽ നടത്തുന്നത്, അല്ലേ? അപ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്നത് ഒരു വിദ്വേഷ വിഷമാണ്. ആ വിഷം വമിപ്പിക്കുന്ന, അതുകൊണ്ടാണ് സ്കൂൾ രാഷ്ട്രീയം വേണ്ടാന്ന് പറയുമ്പോൾ പലരും അനുകൂലിക്കുന്നത്. സ്കൂൾ രാഷ്ട്രീയം ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, നമ്മുടെ നാടിനെക്കുറിച്ച് അറിയും, നാട്ടിലെ പ്രശ്നങ്ങൾ അറിയും, അവർക്കത് പരിഹരിക്കാനുള്ള 100 മാർഗ്ഗങ്ങൾ കിട്ടും. അത് അവന് തന്നെ ഗുണമായിട്ട് വരും. അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, ഭാവി രാഷ്ട്രത്തെ സംരക്ഷിക്കാനൊക്കെയുള്ള ഗുണമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ഒരിക്കലും ഗുണമായി വരുന്ന വിധത്തിലല്ല നമ്മുടെ രാഷ്ട്രീയം പോകുന്നത്. നമ്മുടെ രാഷ്ട്രീയം കല്ലേറ് രാഷ്ട്രീയം മുതൽ കത്തിക്കുത്ത് രാഷ്ട്രീയം വരെ ആണ്. കേരളത്തിൽ ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു കുട്ടി ചില കോളേജുകളിൽ പോയാൽ തിരിച്ചു വന്നെന്ന് പറയാം, ഇല്ലെങ്കിൽ കുത്ത് നടക്കാം, അല്ലേ? എന്തായാലും തമിഴ്നാട്ടിലെ വമ്പൻ ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ വിജയമാണ് വിജയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് തമിഴ്നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയുന്നില്ല. തമിഴ്നാട്ടുകാരെല്ലാവരും ഇപ്പോഴും അങ്ങനെ ഒരു സർക്കാർ ഉണ്ടോ, സാധാരണ പോലെ എന്തോ ഒരു പോകുന്ന പോലെയാണ് അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ള ജനതയാണ് ഈ സർക്കാർ തമിഴ്നാടുണ്ടെന്നും കേരളത്തിലുള്ള ജനതകൾക്കാണ് തമിഴ്നാട് സർക്കാർ ഗംഭീരമായി പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഞാൻ അറിയുന്ന ഒരു വിവരം. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. കേരളത്തിലുള്ള മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ വിജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ കാര്യം പൈസ വർഗീയതയാണ്. അതിനകത്ത് എന്ത് വർഗീയത? ഒരു ക്രിസ്ത്യൻ ലോബി വിജയുടെ പിന്നിലുണ്ട്. അപ്പോൾ ആ ലോബിയുടെ സപ്പോർട്ട് കേരളത്തിനകത്തുണ്ട്. ആ ലോബി സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഒക്കെ അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളുണ്ട്. അങ്ങ് പറയുന്നത് ക്രിസ്ത്യൻ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നന്നായി കളിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാനത് വെറുതെ ഈ അടുത്ത കാലത്ത് കഠിനംകുളം എന്ന് പറഞ്ഞ കടപ്പുറത്ത് ഒന്ന് പോയി. അപ്പോൾ അവിടെ പള്ളിയുടെ മുമ്പിൽ ഒരു സംഘം ഇരിക്കുകയാണ്. അവരെല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ഞാൻ അതിശയിച്ചു പോയി. അവിടെ ജയ് വിളിച്ചുകൊണ്ട് അവർ ആ പള്ളിയുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പള്ളിയിലച്ഛൻ, അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടുത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞു, കേരളത്തിലും വിജയ് വരണം, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. വിജയാണ് നമ്മുടെ ആൾ. അതുകൊണ്ട് ഇനി മുതൽ വിജയ് വരണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ തുള്ളിച്ചാടുന്ന കഠിനംകുളത്തെ മത്സ്യത്തൊഴിലാളികളെ ഞാൻ കണ്ടു. ലാറ്റിൻ ക്രിസ്ത്യനിലെ മത്സ്യത്തൊഴിലാളികളാണ്. എന്തായാലും നമ്മളൊന്നും കേൾക്കാത്ത ഈ സീറോ മലബാർ സഭ എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചീഫ് വിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ സീറോ മലബാർ സഭയൊക്കെ ഇനി വിജയിനൊപ്പം പോകുമോ? ഇനി സീറോ മലബാർ സഭ എന്നുള്ളൊരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുമോ എന്ന് നമുക്കറിയില്ല. കേരള കോൺഗ്രസുകളെ കവച്ചു വെക്കാൻ വിജയ് വന്ന് തീർച്ചയായിട്ടും സാധിക്കും. എന്തായാലും ക്രിസ്ത്യൻ സഭയും വിജയും ഒന്നിച്ചു ചേർന്നാൽ കേരള കോൺഗ്രസിന് പകരം വിജയ് കോൺഗ്രസ്സായി മാറും. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും വിജയുടെ പ്രകടനം ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലാണ് ആ പ്രകടനമൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട് ജനതയും കൂടി ഇത് അറിഞ്ഞു പോകണം. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ തമിഴ്നാട് ജനത ഇതുവരെയും അറിയുന്നില്ല. ഇനി നമ്മളുടെ ചാനൽ കാണുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവർക്ക് മലയാളം മനസ്സിലായാലേ ഇത് കാണാൻ പറ്റുള്ളൂ. ഈവൻ കോയമ്പത്തൂരും എനിക്ക് തോന്നുന്നു കന്യാകുമാരി വരെയുള്ള ആൾക്കാർക്ക് ഈ മലയാളത്തിൽ ഭാഷകൾ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ. അങ്ങ് തഞ്ചാവൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഒരിക്കലും അവർക്ക് മനസ്സിലാവാത്ത ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിലും ഇതുപോലെ വാർത്തകൾ വന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ MJR ഭരിച്ച പോലെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് ഇനിയും വാർത്തകൾ ചെയ്യാനുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളും. ഇനി അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും നമ്മൾ എടുത്തു കാണിച്ച് തന്നെ മുന്നോട്ട് പോകും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.